ആ മുണ്ടില് 75% കിഴിവാണല്ലോ പിള്ളച്ചേട്ടാ, കളയാറായില്ലേ? 75 ആയുള്ളൂ. ഇവൻ 100 തയ്ക്കും. അഭിലാഷം ചെല്ലേ. അയ്യേ, അയ്യോ ചതിച്ചോ ദൈവമേ. മാധവി, എടി മാധവി, എടി മാധവിയെ. എന്താ കുഴഞ്ഞടി, ആകെ കുഴഞ്ഞടി. എന്തു പറ്റി? ചത്തുപോയ ഭാസ്കരമേനൊരു അനിയനുണ്ടെന്ന് അങ്ങ് മലേഷ്യയില്. ചേട്ടന്റെ മരണവാർത്ത അറിഞ്ഞ് അങ്ങേര് നാട്ടിലെത്തി. മായയും കുഞ്ഞിനെയും കൂട്ടി ഇങ്ങോട്ട് വരുന്നെന്ന്. എന്റെ ഈശ്വര, നടന്നതല്ല ആ പെണ്ണ് അങ്ങേരെ അറിയിച്ചു കാണുമോ? അതിലെന്ത് നടന്നു? അവളെ കൂട്ടിക്കൊണ്ടുവരാൻ നാളെ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കുകയല്ലേ? അതെപ്പോ തീരുമാനിച്ചു? ഞാൻ അറിഞ്ഞില്ലല്ലോ. എടി പണ്ടേ, അങ്ങനെ ഒരു കാച്ചു കാച്ചണം. അവര് നാളെ എത്തുന്നു, നമ്മൾ സ്വീകരിക്കുന്നു. അതിഗംഭീരമായ സ്നേഹപ്രകടനം കൊണ്ട് ഞാൻ വീർപ്പ് കൂട്ടുന്നു. നമ്മളയച്ച കത്ത് കിട്ടിക്കാണില്ല എന്തോ? ആരും കാണുന്നില്ലല്ലോ മാമ. മാമനല്ല മുതലാളി. മൈമോളെ ഇറങ്ങൂ. അയ്യോ, ഇതാരാ? ഞങ്ങള് സ്റ്റേഷനിലേക്ക് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. മിസ്റ്റർ ഭരതൻ പിള്ളൈ അല്ലേ? അതെ. അറിയോ? ഓ, അങ്ങനെയൊന്നും ഇല്ല. അതേ ഛായ. അതെ, വരൂ, അകത്തേക്ക് ഇരിക്കാലോ. അല്ല, 4 ആമക്കളാ. വലിക്കൂ. വലിക്കാറില്ല. സാറ് ഇല്ലാട്ടെ. ആ, പോളിലേക്ക്. വാസ്തവം പറഞ്ഞാൽ ഭാസ്കരമേനോൻ ഇങ്ങനൊരു അനിയനുണ്ടെന്നുള്ള വിവരമേ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്നാ മരണമറിഞ്ഞ് വന്നപ്പോ ആ വിവരം ഇവരോട്ട് പറഞ്ഞൂല്ല. കുടുംബത്തിന് പിണങ്ങി 3-ാമത്തെ വയസ്സിൽ നാട് വിട്ടവനാ ഞാൻ. അന്ന് ഭാസ്കരേട്ടന് വയസ്സ് 8. അപ്പൊ പിന്നെ ഇവൻ എങ്ങനെ അറിയാതാ? ഇവരാരൊക്കെയാണ്? എന്റെ മരുമക്കളാണ്. എന്തൊരു ഐക്യമുള്ള കുടുംബം. ഇതുപോലുള്ള കുടുംബത്തിലേക്കാണ് മായക്കുഞ്ഞ് വന്നതെന്ന് ഓർക്കുമ്പോ ഐ ആം വെരി 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 ഹാപ്പി. അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ലൈമാക്സ് മുതലാളിക്ക് തീരെ പിടിക്കൂല. മലേഷ്യയിൽ എവിടാ താമസം? മലേഷ്യ ജംഗ്ഷനിൽ തന്നെ. ഓ, എന്ത് ചെയ്യുന്നു? ഐ ആം എ ഷിപ്പിംഗ് കോർപ്പറേഷൻ ബിസിനസ് മാൻ. അതായത് കപ്പൽ കച്ചവടം. കപ്പൽ വാങ്ങുന്നു, മറച്ചു വിൽക്കുന്നു. കപ്പൽ വാങ്ങുന്നു, മറച്ചു വിൽക്കുന്നു. മറച്ചു വിൽക്കുന്നു, വാങ്ങുന്നു. ഇവിടെ കൊണ്ട് ഇറക്കാനും മുതലാളിക്ക് ഐഡിയ ഉണ്ട്. അതിലിവിടെ കായലില്ലല്ലോ. ഉണ്ട് മുതലാളി. ശംഖുമോൻ കായല്, കോവളം കായല്, പുന്നമട കായല്. അത് കടപ്പുറല്ലേടാ ഫുൾ. പിന്നെ മലേഷ്യ ചെന്ന് കറവക്കാരൻ ഗോപാലന്റെ വീടാണെന്ന് ചോദിച്ചാ ആരും പറഞ്ഞു തരൂ. കറവക്കാരൻ ഗോപാലനോ? കറവയല്ല, കരാവേ ആൻഡ് കോ. അതിന്റെ ഷിപ്പിംഗ് കമ്പനിയുടെ നെയിമാണ്. പേര്. ഓ, മേനോന് കപ്പലും ഉണ്ടോ? പിന്നെ മലേഷ്യയിലുള്ള പാതിക്കപ്പലും മുതലാളിക്കുള്ളതല്ലേ? പാതിക്കപ്പലോ? അതായത് മലേഷ്യയിലുള്ള ആകെ മൊത്തം ടോട്ടൽ കപ്പലുകളുടെ പകുതിയും മുതലാളിക്കുള്ളതായിരുന്നു. ഒടുവിൽ അത് ഇന്ത്യയിലും കേരളത്തിലും കൊണ്ടിറക്കാൻ വന്നപ്പോഴാ ചേട്ടൻ മരിച്ച പോലും അറിയുന്നത്. ആ ഏട്ടൻ എന്റെ ജീവനായിരുന്നു. കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എന്നെ പാട്ടും പാടി വളർത്തിയത് ആ ഏട്ടനായിരുന്നു. മുതലാളി വേണ്ട, കൂടുതൽ സംസാരിച്ച ചിലപ്പോ മെന്റലാവും. യെസ്, അവിവാഹിതനായ എനിക്ക് സ്വന്തവും ബന്ധവും എന്ന് പറയാൻ ഇവള് മാത്രമേ ഉള്ളൂ. ഇവളുടെ കുഞ്ഞിന്റെ പേരിലും എനിക്ക് എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. വാല, ആ പെട്ടിങ്ങോട്ടാണ്. മലേഷ്യ എന്ന് വരുന്ന വഴിക്ക് മായയ്ക്ക് വേണ്ടി കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നു. മലേഷ്യൻ ഒരു 10,000 രൂപയുണ്ട്. കുട്ടിക്ക് ചട്ടി വാങ്ങിച്ചോളൂ. കൊച്ചിന് ചട്ടി മേടിക്കാൻ 10,000 രൂപയോ? എനിക്ക് ഫ്ലൈറ്റിന് സമയമായി. അയ്യോ, അങ്ങനെ പോയാലോ? മേനേജ് സാറ് പോകാനങ്ങനെ ധൃതി വെക്കാതെ 2-3 ദിവസം തങ്ങി ആ യാത്രാക്ഷികളൊക്കെ മാറ്റിയിട്ട് പോയാ പോരെ? അല്പം തിരക്കുണ്ട്. അയ്യോ, അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല. മായമോളെ, ചിറ്റപ്പന് മേളത്തെ മുറിവുണ്ട്. അതിങ്ങ താടി. അയ്യോ, കൊച്ചിന് ചട്ടി. ചട്ടിയൊക്കെ ഞാൻ മേടിച്ചോളാം. അത് കൊണ്ടുപോയില്ലേ? ഈശ്വര, കുഞ്ഞിന്റെ രൂപ ഇങ്ങോട്ട് മേടിച്ചോണ്ട് പോയി. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ. മോളെ തന്നെ മോളെ. അയ്യോ, എന്താ എനിക്ക്? സ്വന്തം കൂടപ്പറപ്പിനെ പോലും ആരും തിരിഞ്ഞു നോക്കാത്ത കാലത്ത് ഒരു അന്യ വീട്ടിലെ പെണ്ണിന്റെ ജീവൻ രക്ഷിക്കാൻ ആഭരണങ്ങൾ പോലും അഴിച്ചു കൊടുത്ത നിങ്ങളെ 1000 പ്രാവശ്യം തൊഴുതാലും മതിയാവില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. ഒരേ വീട്ടിൽ കഴിയേണ്ടവരല്ലേ ഞങ്ങള്. പരസ്പരം സ്നേഹിക്കാതെ പൊന്നും കെട്ടിപ്പിടിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ജീവിതമല്ലേ വലുത്. അല്ലേ, ഇങ്ങനെ നിന്നാ മതിയോ? ഊണ് കഴിക്കണ്ടേ? വരൂ. അയ്യോ മായമോളെ, നീ എന്തിനാ കുഞ്ഞിനെ എവിടെ കൊടുത്ത്? മച്ചയായിട്ട് ഇരിക്കുന്നവളെ കുഞ്ഞിനെ എടുത്താൽ കുഞ്ഞിന് ദോഷമോ? ഓ, അതേ,
മഹാപാപം ചെയ്തു കൂട്ടിയതിന്റെ ഫലവാ. ദൈവം എല്ലാം അറിഞ്ഞേ കൊടുക്കൂ. ഓ ഡോ കുട്ട കുട്ട. ശ്രീദേവി, അമ്മയുടെ സ്വഭാവം നിനക്കറിയില്ലേ? ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. ആരോട് എങ്ങനെ സംസാരിക്കണമെന്ന് അമ്മയ്ക്ക് അറിയില്ല. അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ എന്ന് കരുതിയാ മതി. സാരില്ല, പോട്ടെ. പറയ്. വേറെ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കാം. പക്ഷെ ഇത് ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലം എന്റെ വയറ്റിലൊരു കുഞ്ഞു ജനിക്കാത്തതെന്ന്. അത്രയ്ക്ക് എന്ത് പാവമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അവര് ഒരു സ്ത്രീയല്ലേ. മനസ്സ് നൊന്ന് ഞാൻ പറയാ, എന്നെ എങ്ങനെ വേദനിപ്പിച്ചതിന് ദൈവം അവരോട് പൊറുക്കില്ല. പറയാതെ പോയിക്കിട്ട് തുടങ്ങാൻ. ഒന്നുമല്ല, എടുത്താ പങ്ങാത്ത ഒരു ശൂലം എടുത്ത് എന്റെ വയറ്റത്ത് ഒരു ഒറ്റ കുത്തയ്യോ. ആ നിന്നെ കുത്തിയില്ലെങ്കിലേ അതിശയുള്ളൂ. അശൂലം എടീ, വടികൊണ്ട് തലവേടിക്കുന്നതല്ല ഇതിന്റെ സ്വഭാവം. നാടുള്ള കള്ളന്മാരാ അവന്മാരെപ്പോഴായിക്കോട്ട് കയറുന്നെന്ന് പേടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു ശൂലം. മൂദേവി പോയിക്കിട്ട് തുടങ്ങാൻ. അയ്യോ, എനിക്ക് പേടിയാവുന്നോ. ഇവിടെ ഒന്ന് കിടക്കൂ. മുന്നിൽ പോരുത്, ചവിട്ടിയാ കൊല്ലും. ആ അല്ല, അവിടെ ഒരു സ്വപ്നം. ഓ, ജാമ്പവാന്റെ കാലത്ത് ഓരോ സാധനങ്ങൾ. ഇതൊന്നും നമ്മുടെ പദ്ധതി എല്ലാം പൊളിഞ്ഞു. എന്താ? അച്ഛന്റെ വീട് നോക്കാൻ പോയില്ലേ? അതിന്റെ കച്ചവടം ഉറപ്പിച്ചു. അതിനെന്താ? അതിനെന്താന്നു? വീട്ടിൽ അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി മരുമക്കളെ എല്ലാം ആഭരണങ്ങൾ വാങ്ങി നിൽക്കണമെന്ന കിളവ തള്ളിയോട് പറയുന്നത് കേട്ടു. അതിനെന്താ കൊടുക്കാലോ? അയ്യോ അയ്യോ, നമ്മുടെ ആഭരണങ്ങളൊക്കെ ആ മലേഷ്യക്കാരൻ ചിറ്റപ്പൻ പറഞ്ഞ ആൾക്ക് കൊടുത്തിട്ടല്ലേ ഈ നാടകമൊക്കെ നടത്തിയത്. ഇനിയിപ്പോ എന്ത് ചെയ്യും ദൈവമേ? എന്ത് ചെയ്യാനാ? മോഷണം പോയിന്ന് പറയാം. അത് വേണ്ട ശ്രീദേവി. അല്ലെങ്കിൽ വേണ്ട, വേറെ ധൈര്യമുണ്ട്. എന്താ? ഈ കിളവി അടിച്ചു മാറ്റിയെന്ന് പറയാം. അയ്യോ, അത് ശരിയാ. എന്തേ കിളവന് അവരെ സംശയം. ഇതും കൂടെ ആവുമ്പോ പൂർണ്ണമാവും. ആ കിളവൻ തന്നെ അവരെ എങ്ങനെയുണ്ട് ധൈര്യം? അയ്യോ, ഇതോടെ ആ കിളവിയെ നമുക്ക് പൊളിച്ചെടുക്കാം. അയ്യോ, ബാലിങ്ങിതാ ഇങ്ങോട്ട് വന്നേ. ഇനി നമുക്ക് കളിക്കാം. നമ്മുടെ മരുമക്കളെ നമ്മളെ തോപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുവാ. എന്താടി? മലേഷ്യക്കാരാണെന്നും പറഞ്ഞ് എങ്ങാണ്ട് കിടന്ന കറവക്കാരെയാ അവളുമാർ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നേ. അത് നീ എങ്ങനെ അറിഞ്ഞു? അവളുമാര് അപ്പുറത്ത് പറയുന്നത് ഞാൻ കേട്ടേച്ചു വരുവാ. എന്നിട്ട് അവന്മാരെന്തേ? അവന്റെയൊക്കെ അവസാനത്തെ തീറ്റി കിച്ചൻ കുറച്ച് അധികം കഴിച്ചു പോയി. കോഴി അല്പം മൂത്തതല്ലേ എന്നൊരു സംശയം. ഒരു ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. മിസ്റ്റർ ഭരതം, ഇത് എന്തൊരു നാട്, എന്തൊരു വീട്. ഇവിടെ AC ഇല്ല, STD ഇല്ല, രാത്രി 9 o'clock കഴിഞ്ഞാൽ കരണ്ടും ഇല്ല. വെരി ബാഡ്. കൊതുക് അടിച്ചിട്ട് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. കൊതുകടിയൊക്കെ ഞാൻ മാറ്റിത്തരാം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. മാധവി, നീ ആ കഥ നടത്തി. അതെന്തിനാ വെറുതെ കഥ കിടക്കുന്നത്? അതെ, വലിയ ആൾക്കാരുമായി സംസാരിക്കുമ്പോ പുറത്താരും കേൾക്കരുതല്ലോ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. സാറിന് മലേഷ്യയിൽ എത്ര കപ്പലുണ്ടെന്നാ പറഞ്ഞേ? എത്ര കപ്പലാണെന്ന് അങ്ങോട്ട് ശരിക്കും ഓർമ്മ വരണില്ല. ഉണ്ടെങ്കിലല്ലേ ഓർക്കാൻ പറ്റൂ. അതെന്താ പച്ചമ്പി അങ്ങനെ പറയുന്നത്? മച്ചമ്പിയോ? മച്ചമ്പി തന്തയാണ്. ചേട്ടാ, ചേട്ടാ ഒന്ന് എണീറ്റേ. ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? മായയുടെ മലേഷ്യക്കാരൻ ചിറ്റപ്പനെയും ബാലിയും അമ്മയും അച്ഛനും അടിച്ചോടിക്കുന്നു. അച്ഛ, എന്ത് മര്യാദയായി കാണിക്കുന്നത്? വീട്ടിൽ കയറി വന്നവരെ അവമാനിച്ചു വിടുക. മര്യാദകേട് കാണിച്ച് ആരാണ് ചോദിച്ചു നോക്ക്. നിന്റെ കെട്ടിയോടും അളുവാരോട് ചേർന്ന് ആ കറവക്കാരനെ ദരിദ്രവാസിയെ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ട് നാടകം കളിക്കായിരുന്നു ഇതുവരെ. ഒരു പൊട്ടി പെണ്ണിന് വേണ്ടി സ്വന്തം ആഭരണങ്ങളെല്ലാം പെറുക്കി കൊടുത്ത് എന്നെ കബളിപ്പിക്കാൻ നോക്കിയത് എന്തിനാണെന്ന് ചോദിക്കേ. അതെങ്ങനെയാ ചോദിക്കാൻ? ഈ വീട്ടിലെ ആമ്പിള്ളാരില്ലെങ്കിട്ടല്ലേ പെണ്ണുങ്ങളാണെന്നുള്ള ബോധം പോലും വിറ്റകൾക്കില്ലാതെ പോയത്. ശരിയാണ്. ആണുങ്ങൾ ചോദിക്കേണ്ടടുത്ത് ചോദിച്ചിരുന്നെങ്കിലേ
മര്യാദക്കാരി പെണ്ണുങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നേനെ. പറയട്ടടാ അവള് അത്രയ്ക്ക് ആണുങ്ങൾ ചെയ്യേണ്ട എന്ത് പണിയാ അവള് ചെയ്യുമെന്ന് പറയട്ടെ. തന്ത ചത്ത് ചെതയിലെ തീയണയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയ കുറച്ചുകാലം അവിടെ നിക്കട്ടെ വെച്ചത്. അതിനു മുമ്പ് ഇതുപോലുള്ള നാടകം കളിച്ച് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ അവളെ കെട്ടിയോടില്ലാത്ത തന്നെ ഇവളുമാർക്ക് എങ്ങനെ ഉണ്ടായി? മതി, ഒച്ച വെച്ച് സംസാരിച്ചോണ്ട് ചെയ്ത തെറ്റൊന്നും ശരിയാവില്ല. ചെമ്മാടത്തിന് കാണിച്ചിട്ട് അച്ഛനെ വിരച്ചോണ്ട് സംസാരിക്കുന്നു. പാടിയുടെ നീ എന്റെ ഭാര്യയാണ്. ഭർത്താവിനെ മാത്രം അനുസരിച്ച് ജീവിക്കേണ്ട നീ കണ്ട അലവലാദികളുടെ വാക്കും കേട്ട് എന്നെയും എന്റെ അച്ഛനെയും അമ്മയെയും കബളിപ്പിച്ചു. ഇനി ഒരു നിമിഷം പോലും എന്റെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത നിനക്കില്ല. കോടീശ്വരി ഒന്ന് കരുതി നിന്നെ എന്റെ തലയെ കയറ്റി വെച്ചിട്ട് ഇപ്പൊ പിച്ചക്കാശിന് പോലും വകയില്ലാത്ത നിന്നെ എനിക്ക് വേണ്ടടി. നീ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ഒന്നേ ഉള്ളൂ. ഒപ്പിടും. നോക്കാനൊന്നുമില്ല. ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് നിനക്ക് എതിർപ്പില്ല എന്നുള്ള ഒരു സമ്മതപത്രം, അത്രേ ഉള്ളൂ. ഒപ്പിടടി. മര്യാദക്ക് ഒപ്പിടുന്നതാ നിനക്ക് നല്ലത്. നീ അനുസരിക്കണല്ലേ? ഒപ്പിടാനാ പറഞ്ഞത്. ഒപ്പിടടി. ഒപ്പിടാനാ പറഞ്ഞത്. മായ 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 അച്ഛാ, എന്തായി ഒപ്പിട്ടോ? ഇല്ല, ഞാനൊരു അടി കൊടുത്തതേ ഉള്ളൂ. അവളിപ്പോ അനക്കില്ല. തീർന്നു. ചതിച്ചോ ദൈവമേ. തഞ്ചത്തി പറഞ്ഞ് ഒപ്പിടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചു കൊന്നല്ലോടാ ദ്രോഹി. ഇനി ഇപ്പൊ എന്ത് ചെയ്യും? ശ്രീദേവി, മായയെ കണ്ടോ? ഇല്ല, മായയും കുഞ്ഞിനെ എല്ലായിടത്തും തിരക്കി. ഇവിടെ എങ്ങും കാണാനില്ല. എവിടെ പോനാ? പിന്നെ മായയുടെ മുറിയിൽ ചോര വീണ പാടുണ്ട്. അയ്യോ, ചോരയോ? എനിക്ക് പേടിയാവുന്നു. മായക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ. അയ്യോ, ഞാൻ ഇപ്പൊ കണ്ടതാ. ആരോ മാറ്റിരിക്കുന്നു. അതിനിടയ്ക്ക് ഇവിടെ ആര് വരാനാ? ഈശ്വരാ. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? മായേ, 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 മായേ,
മായേ ഓ എനിക്ക് വയ്യ ഇനി വിളിച്ചു പോവാൻ. ഇത് എവിടെ പോയേക്കുന്നു? മായേ, എടി മായേ. എടി സത്യം പറ, എന്റെ അലമാര നീ തുറന്നോ? അയ്യോ ഞാനോ? പിന്നെ അല്ലാതാരെ? നീ അറിയാതെ അലമാരയിൽ ഇരുന്ന പണവും സ്വർണ്ണവും എവിടെ പോയി? അയ്യോ എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ലേ? അയ്യോ. മൂതേ, എടീ, ഞാൻ ഇത്രയും നേരം ഇവിടെ തൊണ്ടകേറി വിളിച്ചിട്ട് നീ എവിടെയായിരുന്നു? അയ്യോ മായയെ കാണുന്നില്ല, ഞാൻ പറമ്പിലൊക്കെ നോക്കിയേച്ച് വരും. മായയെ കാണാനില്ലേ? ഇല്ല, ഈ വീട്ടിലും പറമ്പിലും ഒക്കെ നോക്കി, എങ്ങും ഇല്ല. ആ, അപ്പൊ അവള് തന്നെ ആ കറവക്കാരനെ കളവേഷം കെട്ടിച്ചത് നമ്മൾ കണ്ടുപിടിച്ചെന്ന് അറിഞ്ഞപ്പോ പണവും പണ്ടവും എടുത്ത് മുങ്ങിയതാവും അവള്. എന്റെ ഭഗവതി, ഞാൻ എന്തായി കേൾക്കുന്നത്? പോയടി, എല്ലാം പോയി. ഇത്രയും കാലം ഞാൻ ഇതുപോലെ കാത്തു സൂക്ഷിച്ചിരുന്ന പണമെല്ലാം പോയല്ലോ. ഈ തടിയന്മാരും തടിച്ചിലും ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്റെ കള്ളൊന്ന് എത്തിയപ്പോ എല്ലാം പോയല്ലോ ഭഗവാനെ. അച്ഛാ, അച്ഛൻ കിടന്നാ വിളിക്കുന്നേ? എന്റെ പൊന്നു മക്കളെ, ആ പൊട്ടിപ്പെണ്ണ് നമ്മളെയൊക്കെ പറ്റിച്ചേച്ച് പോയടാ. വലിയ വീട്ടിലെ പെണ്ണാണെന്ന് പറഞ്ഞെടുത്ത് തലയെ വെച്ചോണ്ടിരുന്നതാ. ഇപ്പൊ ദേ അച്ഛന്റെ അലമാരിയിൽ ഇരുന്ന് സ്വർണവും പണവും പണ്ടവും ഒക്കെ എടുത്തോണ്ട് പോയി. ഈ ഭയങ്കരയാണല്ലോ നമ്മള് കുടുംബത്തിൽ വിളിച്ചു കയറ്റിയത്. എന്റെ മക്കള് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ ആർക്കുമില്ലാതെ പോയല്ലോ ഈശ്വര. എവിടെ പോയാലും അവള് മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഗുണം പിടിക്കില്ല, നെറികെട്ടോള്. നന്ദിയില്ല. മതി നിർത്ത്. ആ പാവം പെണ്ണിനെ തല്ലി കൊന്നിട്ടൊന്ന് കള്ളക്കണ്ണീര് എടുക്കുന്നോ? അയ്യോ, തല്ലി കൊന്നോ? ആര്? സുലഭി, തോന്നിയ പറയരുത്. തോന്നിയാസല്ല, സത്യമാ. നിങ്ങളുടെ അച്ഛനും അനിയനും കൂടി ആ പാവം പെണ്ണിനെ തല്ലി കൊന്നു. എന്നിട്ട് കള്ളക്കഥ ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക. എന്തൊക്കെ നീ പറയുന്നേ? ഇതാ മായയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ, വായിച്ചു നോക്ക്. നിങ്ങളുടെ പുന്നാര അനിയൻ ഇങ്ങനെ ഒരു കത്തെഴുതി അവളെ കൊണ്ട് ഒപ്പിടിക്കാൻ ശ്രമിച്ചതാ. അവൾ അതിന് സമ്മതിക്കാതെ വന്നപ്പോ അവൾ എന്തോ ചെയ്തു. സത്യമാണ്. ചന്ദ്രേശി മുറി അടിച്ചു കയറാൻ ചെന്നപ്പോ അവിടെ ചോരപ്പാട് കണ്ടിരിക്കുന്നു. ആ സമയത്ത് മായ മുറിയിലില്ലായിരുന്നു. ഞാൻ പോയി നോക്കുമ്പോഴേക്കും അത് ആരോ മായ്ച്ചു കളഞ്ഞു. നമ്മളൊന്നും അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. മതി, ഈ ഒരു പണി മാത്രമേ ഞാനിത് കേൾക്കാനുള്ളൂ. ഇപ്പൊ എന്നെ ഒരു കൊലപാതകമാക്കി. മക്കളെ, എന്നെയും നിങ്ങളെയും തമ്മിലടുപ്പിക്കാൻ ഒരു കള്ളക്കത്ത് എഴുതിക്കൊണ്ടൊന്ന് നാടകം കളിക്കുക ഇവര്. ഇതിലും ഭേദം വല്ല വിഷവും തന്നെ എന്നെയൊക്കെ കൊല്ല്. ഇനി ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. വിളിച്ചു പോയി ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അയ്യോ, ഒന്നുകളയാൻ എനിക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വീതം വെച്ച് എഴുതി തരാന്ന് പറഞ്ഞ പറമ്പിൽ കയറി കുഴി വെട്ടിയത് ആരായാലും ശരി, ഒന്നുകളയാൻ. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇല്ലാത്ത കുഴി നേരം വിളക്കുന്നതിനിടയ്ക്ക് ആര് വെട്ടിയെന്ന് എനിക്ക് അറിയണം. അതും 6 അടി കുഴി. ആരെ കുഴിച്ചു വിടാൻ വെട്ടിയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. 6 അടി കുഴിയോ? കേട്ടില്ലേ? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് കെട്ടുകഥയാണോ? ഇതിലൊരു കഥയില്ല. കുഴി വെട്ടിയ ഞാൻ തന്നെയാ. അയ്യോ എന്തിനാ? ജയദേവന്റെയും മായയുടെയും ജാതകത്തിൽ കാലദോഷമുണ്ടെന്നും അതിന് പരിഹാരമായി മന്ത്രം ജപിച്ച് കെട്ടിയ കുടം പറമ്പിൽ കുഴിച്ചിടണമെന്നും ജ്യോത്സ്യം പറഞ്ഞു. അതിനാ കുഴി വെട്ടിയത്. കള്ളം, പച്ചക്കള്ളം. ഇത് വിശ്വസിക്കരുത്. ആ പാവത്തിനെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുക. അച്ഛൻ പറയുന്ന സത്യമാണെങ്കിൽ ഇപ്പൊ തന്നെ കുഴിച്ചു നോക്ക്. നിന്നോടല്ലോ മിണ്ടായിരിക്കാൻ പറഞ്ഞേ? അച്ഛനെ കുറിച്ചുള്ള സംശയം തീർക്കേണ്ടത് നിങ്ങളെക്കാൾ ആവശ്യം ഞങ്ങളുടെയാ. വന്നേ, എല്ലാരും സഹദേവ, ആ കുഴി വെട്ടിത്തുറന്ന് നോക്കരുത്. അച്ഛൻ ചെയ്ത കാലദോഷ പരിഹാരത്തിന് ഫലമില്ലാതായി പോവും. അച്ഛനെ നിനക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. അച്ഛനെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഇവരുടെ തെറ്റിദ്ധാരണ ഇന്നോടെ തീർക്കണം.